ലൊജീഷ്യൽ സൊല്യൂഷൻ അവരുടെ IPO അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കമ്പനിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കമ്പനി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണ്. ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് കസ്റ്റം സോഫ്റ്റ്വെയർ, അതായത് കസ്റ്റമേഴ്സിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള സോഫ്റ്റ്വെയർ അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പല എന്റർപ്രൈസിനും പല സ്റ്റാർട്ടപ്പിനുമായിട്ട് അവർ കസ്റ്റം സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയും അതിനുശേഷമുള്ള അതിന്റെ അസിസ്റ്റൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2011 ലുധിയാന പഞ്ചാബിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കമ്പനി ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്തത് 2024 കമ്പനിയുടെ റവന്യൂ നോക്കുവാണെങ്കിൽ 2024-2023 ഫിനാൻഷ്യൽ ഇയർ, അതുപോലെ തന്നെ ഈ 2025 സെപ്റ്റംബർ വരെയുള്ള ഡേറ്റ നോക്കുകയാണെങ്കിൽ 96% റവന്യൂ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് US നിന്നാണ്. കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇഷ്യൂ സൈസ് വരുന്നത് 39 കോടിയാണ്. IPO ടൈപ്പ് വരുന്ന SME ആണ്, ഒരു സ്മോൾ മീഡിയം കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 144 കോടിയാണ്. പ്രൈസ് റേഞ്ച് ആണെങ്കിൽ 183 തൊട്ട് 193 രൂപ വരെയാണ് വരുന്നത്. BSEയിൽ മാത്രമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ നോക്കുവാണെങ്കിൽ 20 കോടിയാണ്. അതുപോലെ തന്നെ ലോട്ട് സൈസ് വരുന്നത് 600 ഷെയർസ് ആണ്. അതുപോലെ 3 വർഷത്തെ CAGR ഗ്രോത്ത് എന്ന് പറയുന്നത് 22.56%. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വരുന്നത് 2,20,000 രൂപയാണ്. പ്രീ അപ്ലൈ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് 27 നവംബറിനാണ്. ബിഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 28 നവംബറിനാണ്. ബിഡിംഗ് എൻഡ് ചെയ്യുന്നത് December 2 അലോട്ട്മെന്റ് ഫൈനലൈസേഷൻ ഡേറ്റ് വരുന്നത് December 3. അതായത് IPO ഇഷ്യൂ ചെയ്തിട്ട് ഷെയർ കിട്ടിയ ആപ്ലിക്കന്റിനെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് ആണ് അലോട്ട്മെന്റ് ഫൈനലൈസേഷൻ ഡേറ്റ്. റിലീസ് ഓഫ് ഫണ്ട് ഡേറ്റ് വരുന്നത് December 4. അതായത് IPO ഇഷ്യൂ ചെയ്തിട്ട് ഷെയർ കിട്ടാത്തവരുടെ ഫണ്ട് റിലീസ് ചെയ്യുന്ന ഡേ ആണ് റിലീസ് ഫണ്ട് ഡേറ്റ് വരുന്നത്. ഡിമാറ്റ് ട്രാൻസ്ഫർ ഡേറ്റ് വരുന്നത് December 4. അതായത് IPO ലഭിച്ചവർക്ക് അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റ് ആണ് ഡിമാറ്റ് ട്രാൻസ്ഫർ ഡേറ്റ്. അതുപോലെ കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്യുന്നത് December 5. കമ്പനിക്ക് IPO ഇഷ്യൂ കിട്ടുന്ന ഫണ്ടിൽ 47%, അതായത് 15 കോടിയും അവർ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് HR ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ 26% അവർ ജനറൽ കോർപ്പറേറ്റ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ 18% ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്, അതായത് 6 കോടി അപ്ഗ്രേഡ് ഫിസിക്കൽ ആൻഡ് IT ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ IT ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ ഫിസിക്കൽ അപ്ഗ്രേഡിനും ഒക്കെ വേണ്ടിയാണ് 18% അവർ ഉപയോഗിക്കുന്നത്. ബാലൻസ് വരുന്ന 7%, അതായത് 2 കോടി അവർ ഉപയോഗിക്കുന്നത് ബിസിനസിന്റെ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് കമ്പനി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനിയാണെന്ന്. ഇപ്പൊ IT സെക്ടറിൽ ഒരു 4 വർഷത്തെ CAGR ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 8.2%. ഇത് 2025 ആണ്. 2029 ആകുമ്പോഴത്തേക്കും ഒരു 8.2% CAGR ഗ്രോത്ത് ആണ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്. IT BPM സെക്ടറിന്റെ 6 വർഷത്തെ റവന്യൂ ഗ്രോത്ത് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഓറഞ്ച് കളറിൽ എക്സ്പോർട്ടിനെ സൂചിപ്പിക്കുന്നു, അതുപോലെ തന്നെ ബ്ലൂ കളർ ഡൊമസ്റ്റിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. എക്സ്പോർട്ട് ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും ഇയർ ടു ഇയർ 6 വർഷം നോക്കുമ്പോഴും ഗ്രോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ ഒരു 3 വർഷത്തെ പെർഫോമൻസ് ഒന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. ഇപ്പൊ എമൗണ്ട് വന്നിരിക്കുന്ന ലക്ഷത്തിലാണ്, ഞാൻ പറയാൻ പോകുന്ന കോടിയിലാണ്. കമ്പനിയുടെ റവന്യൂ ഫ്രം ഓപ്പറേഷൻ നോക്കുവാണെങ്കിൽ 2023 13 കോടിയായിരുന്നു. അത് 2024 ആയപ്പോഴത്തേനും 16 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പൊ 2025 20 കോടിയായിട്ട് 20 കോടിയാണ്. നമുക്കൊരു ഗ്രോത്ത് കാണാൻ സാധിക്കും. അതുപോലെ എബിറ്റ നോക്കുവാണ്. എബിറ്റ എന്ന് പറഞ്ഞാൽ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിനും ടാക്സിനും ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും മുമ്പുള്ള ഏർണിങ്സ് ആണ്. അതായത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമുക്ക് വേണേൽ പറയാം. 2023 നോക്കുവാണെങ്കിൽ 2 കോടിയാണ്. 2024 ആയപ്പം 6 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2025 ആയപ്പോൾ 8 കോടിയാണ്. അതൊരു നല്ല സൈൻ തന്നെയാണ്. എബിറ്റ കൂടി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. അത് ഓരോ വർഷം കൂടിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിവിടെ എബിറ്റ മാർജിൻ കാണാം. എന്ന് പറഞ്ഞാൽ എബിറ്റ പെർസെൻറ്റേജ് തന്നിരിക്കുന്നതാണ്. അതുപോലെ നമുക്കിവിടെ ROC എന്നും ROE എന്നും കാണാൻ സാധിക്കും. ROCE എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. കമ്പനിയുടെ ടോട്ടൽ ക്യാപിറ്റൽ, അതായത് ഇക്വിറ്റിയും ഡെപ്റ്റും എന്തോരം യൂട്ടിലൈസ് ചെയ്യുന്നു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയെന്നാണ് ROC എന്ന് മീൻ ചെയ്യുന്നത്. ROE എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി. കമ്പനിയുടെ ഇക്വിറ്റി മാത്രം, അതിനകത്ത് ഡെപ്റ്റ് കൺസിഡർ ചെയ്യുന്നില്ല, ഇക്വിറ്റി യൂട്ടിലൈസ് ചെയ്ത് അവർ എന്തോരം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ്. എപ്പോഴും ROEയും ROCയും തമ്മിലുള്ള ഡിഫറൻസ് ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ROE ROCയേക്കാളും കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. എപ്പോഴും ROC കൂടി നിൽക്കുന്നതാണ്. അതാകുമ്പോഴത്തേക്കും കമ്പനിക്ക് കടം കുറവായിരിക്കും എന്നാണ് ആ സൈൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് ROC നോക്കുവാണെങ്കിൽ 2023 കമ്പനിയുടെ ROC എന്ന് പറയുന്നത് 28%. ROE എത്രയാണ്? 26%. വലിയ ഡിഫറൻസ് ഇല്ല. അതുപോലെ തന്നെ ROC ആണ് കൂടുതൽ.
2024 നോക്കുവാണെങ്കിൽ ROC 52%, ROEO 51%. ഡിഫറൻസും കുറവാണ്, അതുപോലെ തന്നെ കൂടി നിൽക്കുന്ന ROC ആണ്. 2025 നോക്കുമ്പോൾ ROC 31%, ROEO 32%. ഡിഫറൻസ് കുറവാണ്, എന്നാലും ഒരു 1% ROC കുറവാണ്. എന്നാലും കമ്പനിക്ക് കമ്പാരിറ്റീവ്ലി നമുക്ക് ഡെപ്റ്റ് കടം കുറവാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ കറണ്ട് റേഷ്യോ നോക്കുവാണെങ്കിൽ കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ്. എപ്പോഴും ഒരു കമ്പനിക്ക് കറണ്ട് അസറ്റ് കൂടിയിട്ട് കറണ്ട് ലയബിലിറ്റി കുറഞ്ഞിരിക്കാനാണ് നല്ലത്. അതായത് കമ്പനി ഒരു ഇൻസോൾവൻറ്റ് സ്റ്റേജിലോട്ടൊക്കെ വരുവാണെങ്കിൽ ഇവർക്ക് ഈ കറണ്ട് അസറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ കറണ്ട് ലയബിലിറ്റി നികത്താൻ സാധിക്കും. 2023 കമ്പനിയുടെ കറണ്ട് ലയബിലിറ്റി കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിയേക്കാളും 2 ഇരട്ടി കൂടുതലായിരുന്നു. അതുപോലെ 2024 കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിയേക്കാളും 2 ഇരട്ടിയായിരുന്നു. 2025 നോക്കുമ്പോഴത്തേക്കും കറണ്ട് അസറ്റ് കറണ്ട് ലയബിലിറ്റിയേക്കാളും 6 ഇരട്ടിയാണ്. ഇപ്പൊ നമ്മൾ കറണ്ട് റേഷ്യോ കൂടിയാലും പ്രോബ്ലം ആണ്. കാരണം കറണ്ട് റേഷ്യോ കൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ സൈൻ എന്താണ്? അവർ കറണ്ട് അസറ്റ് അവർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നില്ലെന്നാണ്. അതുപോലെ കമ്പനിയുടെ ഓപ്പറേഷൻ ഫ്രം ക്യാഷ് ഫ്ലോ നോക്കുവാണെങ്കിൽ 2023 2 കോടിയായിരുന്നു. അത് പോസിറ്റീവ് ആയിരുന്നു. 2024 ആയപ്പോഴത്തേനും 2025 കമ്പനിയുടെ ഓപ്പറേഷന് ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. ഇപ്പോൾ ഇതൊരു സ്മോൾ സ്കെയിൽ കമ്പനിയാണ്, സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ 2 വർഷം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവ് കാണിക്കുന്ന അത്ര ബാഡ് സൈൻ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഇനി കെയർഫുൾ ആയിരിക്കണം. ഇനിയും ഇത് നെഗറ്റീവിലോട്ട് പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ ഗ്രോത്തിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ 2023 1 കോടിയായിരുന്നു. അത് 2024 ആയപ്പോഴത്തേനും 3 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2025 5 കോടിയായിട്ടുണ്ട്. നമുക്കൊരു ഗ്രോത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ROE ഓൾറെഡി കണ്ടതാണ്. അതുപോലെ കമ്പനിയുടെ EPS ഏർണിംഗ് പെർ ഷെയർ നോക്കുവാണെങ്കിൽ 2023 2.69 പൈസയായിരുന്നു. അത് 2024 ആയപ്പം 7.95 പൈസയായിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പൊ 2025 അതൊരു 10 പൈസയിലാണ് നിൽക്കുന്നത്. അത് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിനി കമ്പനി സെയിം സെക്ടറിലുള്ള കമ്പനിയായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്കിവിടെ കമ്പനിയുടെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സെക്ടറിന്റെ ആവറേജ് തന്നിട്ടുണ്ട്, അതുപോലെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡ് ഡേറ്റ തന്നിട്ടുണ്ട്, ഇൻഫോസിസ് ലിമിറ്റഡിന്റെ ഡേറ്റ തന്നിട്ടുണ്ട്, HCL ടെക്നോളജീസിന്റെ ഡേറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡേറ്റാസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. മാർക്കറ്റ് ക്യാപ്പ് നോക്കുവാണെങ്കിൽ ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 144 കോടിയാണ് വരുന്നത്. ഈ സെക്ടറിന്റെ ആവറേജ് എത്രയാണ്? 14,720 കോടിയാണ് വരുന്നത്. ടാറ്റ കൺസൾട്ടൻസി സർവീസ് ലിമിറ്റഡിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 11,28,554 കോടിയാണ്. ഇൻഫോസിസ് ലിമിറ്റഡിന്റെയോ 6,34,515 കോടിയാണ്. HCL ടെക്നോളജിയുടെയോ 4,33,179 ആണ്. നമുക്ക് മാർക്കറ്റ് ക്യാപ്പിനെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഈ 3 കമ്പനി ലാർജ് കമ്പനിയാണ്, ഇതൊരു സ്മോൾ കമ്പനിയാണ്, ഒരു ഡെവലപ്പിംഗ് കമ്പനിയാണ്, ഗ്രോ ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെ കമ്പനിയുടെ റവന്യൂ നോക്കുവാണെങ്കിലോ കമ്പനിയുടെ റവന്യൂ 20 കോടിയാണ് വരുന്നത്. ഈ സെക്ടറിന്റെ ആവറേജ് 2,461 കോടിയാണ്. ടാറ്റ കൺസൾട്ടൻസിക്ക് ആണെങ്കിൽ 2,55,324 കോടിയാണ് വരുന്നത്. ഇൻഫോസിസിന്റെ ആണെങ്കിൽ 1,62,990 ആണ്. HCL ടെക്നോളജിയുടെയോ 1,17,055 കോടിയാണ്. 3 വർഷത്തെ ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ സെക്ടറിന്റെ ആവറേജ് നോക്കുവാണെങ്കിൽ 0.05% ആണ്. പക്ഷേ ഈ കമ്പനിയുടെ 22.56% നമ്മൾ ഓൾറെഡി കണ്ടതാണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ കമ്പനിയുടെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, 5 കോടിയാണ് വരുന്നത്. സെക്ടറിന്റെ ആവറേജ് 373 കോടിയാണ്. ടാറ്റ കൺസൾട്ടൻസിയുടെ ആണെങ്കിലോ 48,797 കോടിയാണ്. ഇൻഫോസിസ് ലിമിറ്റഡിന്റെ ആണ് 26,750 കോടിയാണ്. HCL ടെക്നോളജിയുടെയോ 17,399 കോടിയാണ്. അതുപോലെ നമ്മൾ PE റേഷ്യോ നോക്കുവാണെങ്കിൽ സെക്ടർ ബേസ് നോക്കുവാണെങ്കിൽ സെക്ടറിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 148 ആണ് വരുന്നത്. നമ്മുടെ കമ്പനിയുടെയോ 19 ആണ് വരുന്നത്. ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ 22 ആണ് വരുന്നത്. ഇൻഫോസിസിന്റെ 22 ആണ്. അതുപോലെ HCL ടെക്നോളജിയുടെ 25 ആണ് വരുന്നത്. ഇപ്പം നമ്മൾ സെക്ടർ വൈസ് നോക്കുവാണെങ്കിലും സെക്ടറിന്റെ ആവറേജ് നോക്കുവാണെങ്കിലും ഈ 3 കമ്പനിയെ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിലും കമ്പനിക്ക് PE റേഷ്യോ കുറവാണ്. അപ്പൊ നമുക്ക് കുറഞ്ഞ പ്രൈസിൽ നമുക്ക് ഈ കമ്പനിയുടെ ഷെയർ മേടിക്കാൻ സാധിക്കുന്നതാണ്. കമ്പനി നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ ഇയർ ടു ഇയർ കമ്പനിക്ക് നല്ല രീതിയിൽ റവന്യൂവിലാണെങ്കിലും അതുപോലെ തന്നെ അസറ്റിലാണെങ്കിലും അതുപോലെ EPS ഒക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ട്. അതുപോലെ കമ്പനിയുടെ PE റേഷ്യോ കുറവാണ്, നമുക്ക് കുറഞ്ഞ വിലക്ക് ഷെയർ മേടിക്കാൻ സാധിക്കും. അങ്ങനെ പല മെറിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും കമ്പനിക്ക് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത് ഇതിന് തൊട്ടും കൂടെ 2 ഫിനാൻഷ്യൽ ഇയർ നോക്കുവാണെങ്കിലും 2025 സെപ്റ്റംബർ വരെയുള്ള ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ കമ്പനിക്ക് 96% കൂടുതലും റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന US നിന്നാണ്. ഇപ്പോൾ US മാർക്കറ്റിൽ കമ്പനിയുടെ ഡിമാൻഡ് കുറയുവാണെങ്കിൽ അത് കമ്പനിയെ നല്ല രീതിയിൽ
രീതിയിൽ എഫക്റ്റ് ചെയ്യും. അത് മാത്രമല്ല കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 2 വർഷമായിട്ട് നെഗറ്റീവ് ആണ്. ഇപ്പോൾ ഒരു സ്മോൾ സ്കെയിൽ കമ്പനിയാണ്, സ്റ്റാർട്ടിംഗ് ആണ്, അപ്പം അത് വലിയ പ്രോബ്ലം ഇല്ലെങ്കിലും തുടരെ ഇനി ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അത് കമ്പനിയുടെ ഗ്രോത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലാതെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല.